ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജോയ്സി. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് എൻ്റെ വീട്ടിലാണ്, കട്ടപ്പനയിലാണ്. അപ്പോൾ ഇന്ന് മമ്മി സ്പെഷ്യലായിട്ടൊരു ചൂരക്കറി വെക്കാനായിട്ട് തുടങ്ങുവാണ്. അപ്പോൾ ഇത് 1 കിലോ ചൂര വെട്ടിക്കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇടുക്കി സ്റ്റൈലിൽ എങ്ങനെയാണ് നല്ല സൂപ്പർ ടേസ്റ്റുള്ള ചൂരക്കറി മമ്മി വെക്കുന്നതെന്ന് കാണിച്ചു തരാവേ. എണ്ണ ചൂടായി നമ്മൾ കടുകിട്ട് കൊടുത്തു. അപ്പുറത്തെ അടുപ്പ് നല്ല ആവിക്ക് ഇലയുടെ പുഴുങ്ങാൻ വെച്ചേക്കുന്നതാണ് ആയിരിക്കുന്നത്. ഇന്നിങ്ങനെ വെന്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കടുക് പൊട്ടുന്ന സമയത്ത് നമ്മൾ സാധാ ഇട്ട് കൊടുക്കുന്ന പോലെ തന്നെ അതിനകത്തേക്ക് ഉലുവായും കൂടെ ഉലുവായും കടുകും ഒന്ന് പൊട്ടുമ്പോഴത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചത്. ഇനിയിപ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് നോക്കട്ടെ. ഇനിയിപ്പം ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടു. ഇനി പച്ചമുളക്, കുഞ്ഞുള്ളി, ഞാനൊക്കെ ഉള്ളി ചേർക്കാൻ, ഉള്ളി, കറിവേപ്പില എല്ലാം കൂടെ കൂട്ടി വീണ്ടും അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഒരു 4-5 കഷ്ണം ഉള്ളി എല്ലാം കൂടെ കൂട്ടി. ഉള്ളി ഇട്ടാൽ വലിച്ചു പോകില്ല നിങ്ങൾ. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾ പൊടി. ഈ ചൂരയ്ക്ക് ഇച്ചിരി മല്ലിപ്പൊടി ചേർത്ത് കറി വെച്ചാൽ നല്ലതല്ലേ? അവിടെ ഒന്നാമത്തെ ഈ നാട്ടുപുറത്തെ ചൂടല്ലേ, അതിൻ്റെ കൂടെ അവിടെ എല്ലാം കാണിച്ചു വെച്ചാലും വളിച്ചു. ഇവിടെ പിന്നെ വളിക്കുകയല്ലേ. ആ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ ചാലിച്ച് അതിനകത്തേക്ക് ഇട്ടു. ഭയങ്കര കുത്തലും കൂടെ. പച്ചപ്പൊടി കുത്തൽ വരുന്ന മതിയല്ലോ. എന്നാ ഇപ്പം ഈ അലുമിനിയത്തിനകത്തും സ്റ്റീലിനകത്തും എല്ലാം മീൻ കറി വെക്കുന്നതല്ലേ. മൺചട്ടി, മീൻ കറി വെക്കാൻ ചട്ടി എല്ലാം. മീനിന് മൺചട്ടി, അതിൽ ഒരു വേഗം ചട്ടി, ഇറച്ചി കറി ചട്ടി, തോരൻകറി കറി ചട്ടി. ഇറച്ചി വെക്കുന്നതിനകത്ത് മീൻ വെക്കുന്നതിനകത്ത് ഇറച്ചി വയ്ക്കുക, തോരൻ വെക്കുക, എല്ലാത്തിനും വേഗ ചട്ടികളായിരുന്നു. അതന്ത കാലം. ഇന്നിപ്പം കഞ്ഞി വെക്കുന്ന മൺകലത്തിൽ, ഞാനും കഞ്ഞി വെക്കുന്ന മൺകലത്തിൽ. ഇന്നിപ്പം മൺചട്ടിക്കകത്ത് ചട്ടിച്ചോറാന്ന് പറഞ്ഞ് ഞങ്ങൾ ഈ കഴിഞ്ഞ ഇടയ്ക്ക് കോട്ടയത്ത് പോയപ്പോഴാന്ന് തോന്നുന്നു ചട്ടിച്ചോറാന്നും പറഞ്ഞോണ്ട് അവിടെ കൊടുക്കും. അത് കഞ്ഞിയാണ് നമ്മളവിടെ നിന്ന് കുടിച്ച കഞ്ഞി. അത് പണ്ടത്തെ കോപ്പച്ചട്ടിക്ക് പണ്ട് അമ്മയുടെ അടുത്ത് വീട്ടിലില്ല കണ്ടത് കോപ്പച്ചട്ടി. ഇപ്പൊ അത് ഫാഷനാണ്. അത് വലിയ 5 സ്റ്റാർ ഹോട്ടലിൽ പോയിട്ട് ചട്ടിച്ചോറ് കഴിക്കാനേ ഞങ്ങൾ ആ കോട്ടയത്ത് പോയിട്ട് ഒരു കടയിൽ, അവിടെ ഒരു സമുദ്രാന്നും പറഞ്ഞൊരു കടയുണ്ട്. ഭയങ്കര ഒരു ഫേമസ് കടയാണ്. ഒഴിച്ചോ, ഭയങ്കര കുത്തല ഫേമസ് കട. അവിടെ പോയി 350 രൂപ ഉള്ള കറിയെല്ലാം കൂടെ അതിനകത്ത്. കറിയെല്ലാം കൂടെ കഴിച്ച് നമ്മളും എടുക്കും. ചോറ് കുറച്ച് കറി, അതെല്ലാ കറികളും അത് തന്നെ എല്ലാം കൂടെ. ചിക്കൻ വറുത്തതും മീൻ കറിയും ബീഫ് കറി അല്ലേ. ഇനി പൊന്നെ എനിക്കത് ഒരു പ്രാവശ്യം കഴിച്ചോടി. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എല്ലാം കൂടെ കറിയെല്ലാം കൂടെ കുഴച്ചളിച്ച് മോര് ഒരു സൈഡിൽ, മീൻ ചാറ്, ഇറച്ചിച്ചാറ്,
ചിക്കൻ വറുത്തത്, കക്കായ ഇറച്ചി. അതിന് കക്കായ ഇറച്ചിക്ക് ഒരു ഉടുമ്പും കൂടെ അതിനകത്തേക്ക് വന്നു. നോക്കട്ടെ, ഇത്ര മതിയോ ചാറ്? ഒത്തിരി ചാറ് വേണ്ട. ആണോ? ചൂട് വെള്ളം ഒഴിക്കണം. ചൂട് ചാറ് വെച്ചാൽ എല്ലാവർക്കും ചാറല്ല. അത്ര ചാറിയാൽ മതി. ഒരുപാട് ചാറായിട്ടാണ്. അടുപ്പ് തികഞ്ഞിട്ടുണ്ട്. അപ്പം ഇത്ര നേരം നാട്ടുകാര്യവും വീട്ടുകാര്യവും പറഞ്ഞ് അങ്ങനെ മീൻ കറി വെച്ചു. എടുത്തിട്ട് വേണേ, എടുത്തിട്ടോ. ഭയങ്കരമായിട്ട് കുത്തുന്നുണ്ട്. ഇനി ചുമച്ച് കഴിയുമ്പോൾ ആൾക്കാർ കമൻറ്റിനകത്ത് പറയും തുപ്പിയത് കൊണ്ട് ഉപ്പ് വേണ്ടാന്നൊക്കെ പറഞ്ഞാൽ മീനച്ചാറിനകത്ത് കമൻറ്റ് ഇട്ടേക്കുന്നതാണ്. ഈ കുത്തൽ വന്ന് ചുമച്ച് കഴിഞ്ഞ് എണ്ണ ചെയ്യാൻ പറ്റും. അറിഞ്ഞോണ്ടല്ലോ നമ്മൾ. പണ്ടൊന്നും ഏത് കഴിച്ച് കഴിഞ്ഞാൽ തവിയിട്ട് ഇളക്കുമൊന്നുമില്ല. വട്ടത്തെ ചുറ്റിച്ച് ഇളക്കുള്ളൂ. ഞാനും തവിയിട്ട് ഇളക്കുക, ഞാനും ചുറ്റിക്കുള്ളൂ. ഇനി അവിടെ ഇരുന്ന് ചെറു തീയാലിരുന്ന് നല്ല എണ്ണ തെളിഞ്ഞ് വരട്ടെ. ഇടയ്ക്കൊന്ന് ചുറ്റിച്ച് വെക്കണം. അപ്പോൾ ഇതങ്ങനെ നമ്മുടെ മീൻ കറി അടിപൊളിയായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് സ്റ്റൗ ഓഫാക്കി വാങ്ങി വെക്കാവേ. വെള്ളം പറ്റി ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒരു മീൻ കറി, നല്ല കൊഴുത്ത ചാറുമായിട്ട് അടിപൊളി മീൻ കറി. അപ്പം ഇങ്ങനെ നല്ല മീൻ കറിയാന്ന് തോന്നുന്നു കണ്ടിട്ട്. ഉപ്പും പുളിയൊക്കെ കൂട്ടി നോക്കിയിട്ട് പറയുന്നുണ്ട്. ചൂടാ വയ്യ ഒഴിക്കണേ. ഒഴിച്ചോ. ഉപ്പുണ്ട്. നമ്മുടെ പുളിയായതുകൊണ്ട് അല്ല, അന്താരാഷ്ട്ര പുളിയാ. ഓഹോ, അപ്പം അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒരു മീൻ കറി ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പം വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ ബൈ, താങ്ക് യു.